27 നക്ഷത്രക്കാരുടെ ദോഷപരിഹാരത്തിൽ എന്ന് പറയുന്നത് മകീര നക്ഷത്രത്തിൻ്റെയാണ്. നമ്മൾ രോഹിണി വരെ പറഞ്ഞു നിർത്തി. അപ്പോൾ മകീര നക്ഷത്രക്കാർ ദോഷപരിഹാരവും ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു പോരുന്നത് വളരെ നല്ലതാണ്. അതായത് ആദ്യം ഇവർ ചെയ്യേണ്ടത്, ഈ മകീര നക്ഷത്രത്തിൻ്റെ ദേവത ചന്ദ്രനും ഗ്രഹം ചൊവ്വയും പിന്നെ 2 രാശികളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുകയാണ്, അതായത് ഇടവും മിഥുനവുമായിട്ട്. അപ്പോൾ ഇവർ ആദ്യമേ തന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റിയൊരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തി പഞ്ചാക്ഷരി ചൊല്ലുക എന്നുള്ളതാണ്. അതായത് ഓം ഹ്രീം നമ ശിവായ, ഇതാണ് ശക്തി പഞ്ചാക്ഷരി. ശിവനെയും പാർവതിയെയും കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്. ഓം ഹ്രീം നമ ശിവായ. ഇത് ദിവസവും ഒരു 21-41 തവണ രാവിലെയോ വൈകിട്ടോ കുളിച്ച് ശുദ്ധമായി ചൊല്ലുക എന്നുള്ളതാണ് ഇവർക്ക് ആദ്യം ചെയ്യുന്നത്. രാവിലെ ആണെങ്കിൽ കിഴക്കോട്ട്, വൈകുന്നേരം ആണെങ്കിൽ പടിഞ്ഞാറേക്ക്. ഇത് രണ്ടും ചെയ്യാൻ സമയമില്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് ഇത് ചൊല്ലിയിട്ട് കിടക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ പിന്നൊരു പരിഹാരം, മാസത്തിലൊരു ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇവർക്ക് വളരെ നല്ലൊരു പരിഹാരമാണ്. മാസത്തിലൊരു ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തി അഷ്ടോത്തരാർച്ചന ചെയ്യുന്നത് ഇവർക്ക് വളരെ മികച്ചൊരു പരിഹാരമായിട്ട് കാണുന്നു. അതേപോലെ ജന്മനക്ഷത്രങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഇവരെ സംബന്ധിച്ച് വളരെ നല്ലൊരു പരിഹാരമാണ്. ജന്മനക്ഷത്രങ്ങളിൽ ദേവീക്ഷേത്രം, കഴിയുമെങ്കിൽ ഏതെങ്കിലും വൈഷ്ണവ ക്ഷേത്രത്തിലും ദർശനം നടത്തിയാൽ വളരെ നല്ലത്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. ശ്രീകൃഷ്ണ പ്രാർത്ഥനയും ഇവർക്ക് ഗുണം ചെയ്യും, പ്രത്യേകിച്ച് മിഥുനക്കൂറുകാർക്ക്. ഇടവക്കൂറുകാർക്ക് ദേവി പ്രാർത്ഥനയാണ് കുറച്ചുകൂടി നല്ലത്. മിഥുനക്കൂറുകാർക്ക് വൈഷ്ണവ പ്രാർത്ഥനയും.